അങ്ങനെ സർക്കാർ ഒരു നിർദ്ദേശം കൊടുക്കുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15 അത് വളരെ വ്യക്തമാവും സർക്കാരിന്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന്. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ്. വന്ദേ മാതരം മുഴുവൻ പാടണം എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ BJPയുമായി സംഘപരിവാറുമായി ഒത്തുകളിക്കുകയാണ് എന്നതിൻ്റെ തെളിവാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. വളരെ ലാഘവത്തോടു കൂടിയാണ് അദ്ദേഹം ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അതൊക്കെ സാധാരണ സംഭവമല്ലേ, ചീഫ് സെക്രട്ടറി നിർദ്ദേശം, കേന്ദ്ര സർക്കാർ നിർദ്ദേശം താഴോട്ട് കൈമാറിയത് എന്നാണ് VD സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞത്. ഈ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ, വന്ദേ മാതരത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മുൻ മന്ത്രി P. രാജീവ് VD സതീശന് മുഖ്യമന്ത്രിക്ക് മറുപടി നൽകുന്നത്. കാണാം നമുക്ക് P. രാജീവിൻ്റെ വാർത്താ സമ്മേളനത്തിലെ ആ പ്രസക്ത ഭാഗം. എത്ര സമർത്ഥമായിട്ടാണ് RSS അജണ്ട നിഷ്കളങ്കമെന്ന രൂപത്തിൽ കേരളത്തിൽ നടപ്പിലാക്കാനായിട്ട് UDF സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിലെ ചില പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് പ്രധാനം വന്ദേ മാതരം സംബന്ധിച്ചാണ്. അതിൽ അദ്ദേഹം വളരെ നിഷ്കളങ്കമായി RSS അജണ്ടയ്ക്ക് ഒരു പൊതു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതിനകത്ത് വ്യക്തമാണ്. അങ്ങനെ സർക്കാർ ഒരു നിർദ്ദേശം കൊടുക്കുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ അകത്ത് സർക്കാരിന് ഇതിനകത്ത് കൃത്യമായ നയമുണ്ട്. അത് ഓഗസ്റ്റ് 15 അത് വളരെ വ്യക്തമാവും സർക്കാരിന്റെ നയം എന്താണ് ഇക്കാര്യത്തിലെന്ന്. പിന്നെ നിയമം പാസ്സാക്കിയിട്ടുണ്ട്. നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച് അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നിട്ടുണ്ട്. ആ നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ് നിയമത്തിൽ അത് മുഴുവൻ പാടണമെന്നാണ്. ഏത് നിയമം അദ്ദേഹം പറയുന്നത്? RSSന്റെ അഭിപ്രായം കേന്ദ്ര നിയമം പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പിട്ടു എന്ന മട്ടിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആരെങ്കിലും പാടിയാൽ അത് ഇപ്പോ 15-ന് വിസ്മയം സൃഷ്ടിക്കുന്നത് 15-നല്ലേ അറിയുള്ളൂ. അവര് മുൻപ് ഉത്തരവ് പ്രകാരം ആരെങ്കിലും പാടിയാൽ കേന്ദ്ര നിയമം ഉണ്ടല്ലോ, മുഴുവൻ പാടണല്ലോ. കേന്ദ്ര നിയമം എന്നുള്ളത് ഇപ്പോ എല്ലാവർക്കും ലഭ്യമാണല്ലോ. കേന്ദ്ര നിയമത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കേന്ദ്ര നിയമത്തിൽ നേരത്തെ ഉള്ള നിയമം എന്ന് പറഞ്ഞാൽ ദേശീയ പതാകയും ദേശീയ ഗാനവുമാണ് ഉൾപ്പെട്ടിരുന്നത്. ഇപ്പോ അതിന്റെ കൂടെ ദേശീയ ഗീതം കൂടി പാടുമ്പോ ആരെങ്കിലും പ്രിവെന്റ് ചെയ്താൽ, പാടണമെന്നല്ല, പാടുമ്പോ ആരെങ്കിലും പ്രിവെന്റ് ചെയ്താലോ അന്ന് തടസ്സപ്പെടുത്തിയാലോ, പാടുമ്പോ ആരെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയാലോ, ഇതാണ് രണ്ടെണ്ണം. ആരെങ്കിലും പാടുകയാണെങ്കിൽ അത് തടസ്സപ്പെടുത്തുക, ആരെങ്കിലും പാടുകയാണെങ്കിൽ അതിനകത്ത് ബഹളം ഉണ്ടാക്കുക. ഈ രണ്ട് പ്രശ്നങ്ങൾ വന്നാൽ 3 വർഷം വരെ ശിക്ഷ കിട്ടാം എന്നതാണ് പുതിയ നിയമം. അല്ലാതെ മുഖ്യമന്ത്രി പറയുന്നത് RSSന്റെ നിലപാടാണ്, കേന്ദ്ര നിയമമല്ല. ഇപ്പൊ പാർലമെന്റിൽ ഏകപക്ഷീയമായി പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് കൊണ്ട് പാസാക്കിയ നിയമത്തിൽ എവിടെയാണ് വന്ദേ മാതരം പൂർണ്ണമായിട്ട് പാടണം എന്ന് പറയുന്നത്? അപ്പൊ എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി ഭരണഘടനാ ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് സംവേദിക്കുന്ന കാര്യം? നിങ്ങളിത് പാടാൻ നിയമമുണ്ട്, നിങ്ങൾ എല്ലാവരും പാടിക്കൊള്ളണം, അതിന് പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് നൽകുമ്പോൾ സന്ദേശം എന്താണ്? നാളെ എല്ലാവരും ഇത് മുഴുവൻ പാടിക്കൊള്ളണം. നമ്മുടെ ഭരണഘടനയുടെ 51A വളരെ വ്യക്തമാണ്. 51Aയിൽ ദേശീയ ഗാനം മാത്രമേ ഉള്ളൂ, ദേശീയ പതാകയുണ്ട്, അതിനോട് അനാദരവ് പാടില്ല. എന്നാൽ ഇവരിപ്പോ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഭരണഘടന ഭേദഗതി ചെയ്തിട്ടില്ല, നിയമം കൊണ്ടുവന്നു. കഴിഞ്ഞ ജനുവരി മാസത്തിൽ കേന്ദ്രം ഒരു പുതിയ ഗൈഡ് ലൈൻ ആഭ്യന്തര മന്ത്രാലയം ഇറക്കി. ആ ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയ ഗൈഡ് ലൈനിൽ വന്ദേ മാതരം പൂർണ്ണമായിട്ട് പാടണമെന്ന് പറഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് വന്നു. സുപ്രീം കോടതി പറഞ്ഞത് അത് അഡ്വൈസറി മാത്രമാണ്, മാൻഡേറ്ററി അല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ അത് കേവലം ഒരു അഡ്വൈസ് ചെയ്ത് ഒരു ഉപദേശ സ്വഭാവത്തിൽ മാത്രമുള്ളതാണ്, നിർബന്ധമുള്ളതല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നില്ല എന്നതാണ് ഇപ്പൊ സുപ്രീം കോടതിയുടെ പൊസിഷൻ. അപ്പോ മുഖ്യമന്ത്രി, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറയുകയാണ് പ്രസിഡന്റ് ഒപ്പുവെച്ച നിയമത്തിൽ ഇത് മുഴുവനും പാടണം. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ ഞാൻ കേൾപ്പിച്ചതിന്റെ ഇപ്പൊ കേട്ടല്ലേ ഉള്ളൂ. അപ്പൊ എവിടേക്കാണ് അദ്ദേഹം കേരളത്തെ നയിക്കാൻ ശ്രമിക്കുന്നത് എന്ന് മാത്രമല്ല, കേരളത്തിന്റെ തന്നെ വളരെ പ്രസിദ്ധമായൊരു കേസുണ്ട്. അതാണ് ബിനോയ് ഇമാനുവൽ എന്ന് പറയുന്ന കുട്ടി മലകിയ കേസ്. 2 കുട്ടികളും യഹോവ സാക്ഷികൾ ദേശീയ ഗാനം ആലപിച്ചില്ല, അവരെഴുന്നേറ്റ് വന്നു. അന്ന് സുപ്രീം കോടതി പറഞ്ഞു അത് ഭരണഘടനയുടെ മൗലികാവകാശം, ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം.
2 വിശ്വാസം 19(1)(a)യും 25(1)ഉം. ഇത് മൗലികാവകാശങ്ങളാണ്. ആ മൗലികാവകാശത്തിന് എതിരാണ്, ഒരാളുടെ വിശ്വാസത്തിന് എതിരാണ് ഗാനമെങ്കിൽ നിങ്ങൾ പാടേണ്ടതില്ല. പക്ഷെ ബഹുമാനിക്കണം, എഴുന്നേറ്റുമ്പോൾ മതി. ഹൈക്കോടതിയുടെ എല്ലാം വിധി അത് റദ്ദ് ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോൾ ഭരണഘടനയിൽ പറയുമ്പോൾ ദേശീയ ഗാനം പോലും പാടണമെന്ന് നിർബന്ധിക്കാൻ ഭരണഘടനാപരമായോ നിയമപരമായോ കഴിയില്ല എന്ന് ഇന്ത്യയിലെ ഉന്നത നീതിപീഠം കേരളത്തെ ഒരു കേസിൽ തന്നെ പറയുമ്പോൾ ഭരണഘടനയിൽ പറയാത്ത വന്ദേമാതരം, പുതിയ നിയമത്തിനകത്തും മുഴുവൻ പാടണമെന്ന് പറയാത്ത വന്ദേമാതരം, അത് മുഴുവൻ പാടണമെന്ന് നിഷ്കർഷിക്കുമ്പോൾ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചു, രാജ്യത്തിന്റെ നിയമമായി. ഏതൊരു ലീഡിംഗ് ക്വസ്റ്റ്യൻ ആണ്, ആരെ ചോദിച്ചെന്നറിയില്ല. ഈ നിയമമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊരു മറുപടി പറയാണ്ട് ലീഡിംഗ് ക്വസ്റ്റ്യൻ ആരോ സഹായിച്ചു കൊടുത്തതാണ്. ആ ചോദ്യത്തിന് മറുപടി ശരിക്കും അദ്ദേഹത്തെ ഇത് പറയാൻ നിയമമില്ലല്ലോ. അങ്ങനെ നിയമമുണ്ടോ വന്ദേമാതരം മുഴുവൻ പാടണമെന്ന്? ഇത് കുറെ കൂടി ഗൗരവമാണ്. കാരണം അവസാനത്തെ സ്റ്റാൻസുകൾ നമുക്കറിയാലോ. ഒരു മിനിറ്റ് താഴെയാണ് ദേശീയ ഗാനം, ഇത് 3 മിനിറ്റ് കൂടുതലാണ് വന്ദേമാതരം. അതാണ് ഹോം മിനിസ്ട്രിയുടെ നേരത്തെ ഗൈഡ് ലൈൻ വന്നത്. അതിനെതിരാണ് അതുമായി ബന്ധപ്പെട്ട കേസ് വന്നത്. കേസിൽ അപ്പോൾ ഇടപെട്ടില്ല. പക്ഷെ മാൻഡേറ്ററി അല്ല, അഡ്വൈസറി ആണ്. ഈ ഘട്ടത്തിൽ ഇമ്മച്ചുർ ആണെന്ന് സുപ്രീം കോടതി പറഞ്ഞു. പുതിയ നിയമം വന്നപ്പോഴും അത് മാൻഡേറ്ററിയെ പാടണമെന്ന് പറഞ്ഞില്ല. ദേശീയ ഗാനം പോലും പാടണമെന്ന് പറയാൻ ഭരണഘടനാപരവും നിയമപ്രകാരമായി വ്യവസ്ഥ ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പൊ RSSന്റെ സർസംഘചാലക് പോലും പറയാത്ത രീതിയിൽ നിയമം ഇതാ വന്നിരിക്കുന്നു, പ്രസിഡന്റ് ഒപ്പിട്ടിരിക്കുന്നു, ഇനി എല്ലാവരും റെഡി ആയിട്ട് ഇന്ന് കാണാപ്പാടം പഠിച്ചോ എന്ന് എങ്ങനെ പറയാൻ പറ്റും ഒരു മുഖ്യമന്ത്രിക്ക്? അതാണ് RSSന് പറ്റിയ ഒരു പൊതുബോധം രൂപപ്പെടുത്താനാണ് മുഖ്യമന്ത്രി ഈ പ്രയോഗം ബോധപൂർവം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം വളരെ സിമ്പിളായിട്ട് പറഞ്ഞില്ലേ, PMA ലോഗോ ഞങ്ങൾ വയ്ക്കും, MOU ലോഗോ വയ്ക്കേണ്ടി വരും. എത്ര ലാഘവത്വത്തോട് എന്താ ഡീലപ്പോ? പൂർണ്ണമായിട്ടും ഇവർക്ക് കീഴടങ്ങുന്ന ഒരു സമീപനത്തിലേക്ക് എന്തുകൊണ്ട് പോയി? നേരത്തെ ആദ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറയുന്നത് കേട്ടു, ഇതിപ്പോ കുഴപ്പമില്ല, ചിത്രങ്ങളില്ല. പിന്നെ അദ്ദേഹം തന്നെ തിരുത്തി, ഞങ്ങൾ ലീഗ് പണിയുന്നിടത്ത് പോലും വീടില്ല, കേരളത്തിൽ ലൈഫിന് വീടില്ലെന്നല്ല, ചിത്രങ്ങളില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. ഇപ്പോ മുഖ്യമന്ത്രി തന്നെ പറയാണ് അത് വയ്ക്കുന്നതിന് എന്താ കുഴപ്പം, MOU വയ്ക്കുന്നത് വേണ്ടി വരും. പിന്നെ അദ്ദേഹം ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് നടത്തിയ മറ്റൊരു പ്രയോഗം, അതും വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞാൽ എന്താ, ചീഫ് സെക്രട്ടറി എന്ത് ചെയ്തു? കേന്ദ്രത്തിൽ നിന്ന് വന്നതാണല്ലോ, ചീഫ് സെക്രട്ടറി അത് ഫോർവേഡ് ചെയ്തു. അതാണല്ലോ ചെയ്യുന്നത്. ചീഫ് സെക്രട്ടറി കേവലം BJPയുടെ ഏജന്റ് ആണോ? ചീഫ് സെക്രട്ടറിക്ക് വരുന്ന ഒരു കേന്ദ്രത്തിന്റെ സംവിധാനമാണെങ്കിൽ, സർക്കുലർ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ വന്നാൽ സ്വാഭാവികമായിട്ടും ഭരണഘടനയുടെ അടിത്തറ ജനാധിപത്യമാകുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെന്റ് ഉണ്ട്, മുഖ്യമന്ത്രി ഉണ്ട്. മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യാതെ ഏതെങ്കിലും ചീഫ് സെക്രട്ടറി അത് നേരെ മുന്നോട്ട് അയക്കുമോ? ഇനിയിപ്പോൾ നാളെ പറയാണ് എല്ലാ സ്കൂളിലും സവർക്കറുടെ ഈ പാഠം പഠിപ്പിക്കണം എന്ന് എഴുതിയാൽ അപ്പോൾ ചീഫ് സെക്രട്ടറി നേരെ അയക്കും എല്ലാ സ്കൂളിലേക്കും. അപ്പോൾ മുഖ്യമന്ത്രി പറയും എന്ത് ചെയ്യാനാ, അവിടെ നിന്ന് വന്നതല്ലേ, ചീഫ് സെക്രട്ടറി അയക്കൂ, അതല്ലേ അദ്ദേഹം ചെയ്തുള്ളൂ. ഞങ്ങളുടെ നിലപാട് വേറെയാണെന്ന് പറയാൻ പറ്റുമോ? ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രത്തിന് ഒരു കത്ത് കിട്ടിയാൽ സർക്കാരുമായി ചർച്ച ചെയ്യുമ്പോൾ എന്ത് നോക്കും? ആ കത്തിൽ നൽകുന്ന നിർദ്ദേശം, പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, അത് ഭരണഘടനാപരമായി കേന്ദ്രത്തിന്റെ അധികാര പരിധിക്കകത്ത് നിന്നിട്ടാണോ? സംസ്ഥാനത്തിന് അങ്ങനെ നിർദ്ദേശം നൽകാനായിട്ട് കേന്ദ്രത്തിന് അധികാരമുണ്ടോ? സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും അധികാരത്തിലേക്ക് കടന്നു കയറുന്നുണ്ടോ? അത് നോക്കിയിട്ടല്ലേ ഇത് താഴോട്ട് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അതല്ലേ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ ഏറ്റവും പ്രാഥമികമായ ഒരു ഉത്തരവാദിത്വം. അതുപോലും ഇല്ലാതെ ഇനി എന്ത് സംഭവിക്കും? മുഖ്യമന്ത്രി പറഞ്ഞു വരുമതെല്ലാം ചീഫ് സെക്രട്ടറി താഴോട്ട് കൊടുത്തോട്ടെ. നാളെ ഏത് സംഗതി ഗാന്ധി കൊമ്മതല്ല, ഗോഡ്സെ അല്ല കൊമ്മത്, ബ്രിട്ടീഷുകാരാണ് കൊമ്മത് എന്ന രൂപത്തിൽ വന്നാൽ അത് അയച്ചു കൊടുക്കുമോ? അതിന് മുഖ്യമന്ത്രി ഉടൻ തന്നെ അംഗീകാരം നൽകുമോ? എങ്ങനെ കേരളത്തിലൊരു UDF ഗവൺമെന്റിന് RSS ചെയ്യുന്നതിനേക്കാളും കടുത്ത രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു? അതാണ് അതീവ ഗൗരവമായ സംഗതിയായിട്ട് നമ്മൾ കാണേണ്ടത്.